ഇതിപ്പോൾ ഞാൻ ആ രണ്ട് ഡാറ്റ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തല്ലോ. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ അതിൽ നിന്ന് ഫസ്റ്റ് ഇതിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. Ctrl+C പ്രസ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ആ ഒരു വേരിയബിളിൻ്റെ ഇത് ഡാറ്റ കോപ്പി ചെയ്തിട്ട് ഒരു പുതിയ ഷീറ്റ് എടുക്കുക, അതിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. Ctrl+V അടിച്ചാൽ അത് പ്ലേസായി. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോളത്തിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് റോയിൻ്റെ ഏറ്റവും ലാസ്റ്റ് കോളം കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലാങ്ക് കോളത്തിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് =, എന്നിട്ട് SUM സം ഓഫ്, അപ്പോൾ ഈ റേഞ്ചിൻ്റെ സമ്മ നമ്മൾ കാണുന്നതാണ്. ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോഴേക്കും ആ ഒരു റേഞ്ചിൻ്റെ സമ്മ അവിടെ വന്നു. ഇനി അത് ആ ഫിൽ ഹാൻഡിൽ വെച്ചിട്ട്, അതായത് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴേക്കും കഴ്സർ അവിടെ പ്ലേസ് ചെയ്യുമ്പോഴേക്കും ഒരു പ്ലസ് ചിഹ്നം വരും. അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് വരെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ സം അവിടെ വന്നു. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് =, അവിടെ പ്രസ് ചെയ്തിട്ട് =VAR, അത് അങ്ങനെ VAR എന്ന് അടിക്കുമ്പോൾ തന്നെ ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ VARS കൊടുക്കുക. അപ്പോൾ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. എന്നിട്ട് ഈ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു റേഞ്ചിൽ നമ്മളിപ്പോൾ ടോട്ടൽ കണ്ടുപിടിച്ച് അതിൻ്റെ ആ റേഞ്ച് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഒരു നമ്പർ നമുക്ക് അവിടെ കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ഐറ്റംസിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. അതായത് ഇതിൻ്റെയും അങ്ങനെ ഒരു 7 ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. അതിന് ഒരു കാര്യം ചെയ്യുക, ഈ ഒരു അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വേരിയൻസ് എന്ന് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഇതിൽ, അതായത് ഈ ഫസ്റ്റ് കോളത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് റോയിൽ ഏറ്റവും ലാസ്റ്റ് ഇത് ഒരു കോളം കഴിഞ്ഞിട്ട് അടുത്ത കോളം എടുക്കുക. എന്നിട്ട് ആ കോളത്തിൽ =VAR, എന്നിട്ട് ഈ VARS തന്നെ അത് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൻ്റെ ആ റേഞ്ച്, ആ ലേബൽ വേണ്ട, അല്ലാതെയുള്ള ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ കറക്റ്റ് ആ കോളം വരെ. എന്നിട്ട് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഒരു നമ്പർ അവിടെ കിട്ടും. എന്നിട്ട് ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫിൽ ഹാൻഡിൽ വെച്ചിട്ട് അത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ എല്ലാത്തിൻ്റെയും ഇത് കിട്ടും ഇവിടം വരെ. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേരിയൻസ് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ടോട്ടൽ നമുക്ക് ഈ കോളത്തിൽ കൊടുക്കണം. അതിന് =, സം ഓഫ്, ഇത് ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ 2 വേരിയബിളാണ് നമുക്ക് ആ വീഡിയോയിൽ കാണുന്ന ഇക്വേഷൻസിൽ കൊടുക്കാനുള്ളത്. ഇനിയിപ്പോൾ ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ആൽഫ എന്നൊന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് അടുത്ത കോളം എടുക്കുക, =, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കണത് 7 ക്വസ്റ്റ്യൻസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആ K എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് നേരത്തെ ആ വീഡിയോയിൽ കാണിച്ച പോലെ K എന്നുള്ളൊരു വേരിയബിൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ K എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അത് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ 7 ഞാൻ എടുത്തേക്കണം. അപ്പോൾ അത് കാരണം 7 എടുക്കുക അവിടെ. അത് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ കൊടുത്തിട്ട് K-1. അപ്പോൾ ഇവിടെ 7 ആയതുകൊണ്ട് ഇവിടെ 6 വരും. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇൻറ്റു, അത് മൾട്ടിപ്ലൈഡ് ബൈ, പിന്നെ 2 ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നമ്പറില്ലേ, അതിൻ്റെ ആ സെല്ലിൽ അങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഫസ്റ്റ് ആ വേരിയൻസ് കണ്ടുപിടിച്ചതിൻ്റെ ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൈനസ് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട്
അടുത്ത ഈ ഒരു രണ്ടാമതൊരു വേരിയൻസ് കണ്ടുപിടിച്ചല്ലോ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ബ്രാക്കറ്റ് ഒരെണ്ണം മാത്രം ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിവൈഡഡ് ബൈ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഈ ഒരു കോളം, അത് തന്നെ ഒന്നും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഒരു നമ്പർ കിട്ടും. അതാണ് നമ്മുടെ ആൽഫ എന്ന് പറഞ്ഞ നമ്പർ. ഇതുപോലെ തന്നെ അടുത്ത വേരിയബിൾസിനും ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനും ഇത് കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സെറ്റ് ഓഫ് വേരിയബിൾസിനെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇതുപോലെ തന്നെ മറ്റേ സെറ്റ് ഓഫ് വേരിയബിൾസിനും നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനും. എന്നിട്ട് ഇതാണ് നമ്മൾ അവിടെ ആ ഒരു കോളത്തിൽ ഈ റിലയബിലിറ്റി അനാലിസിസിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യേണ്ടത്. ഈ നമ്പേഴ്സാണ്. അത്രേ ഉള്ളൂ.